Tiger, Tiger, keep quiet. Sit down. Tiger, Tiger. അത് അവന്റെ കുറ്റം. പിന്നെ എന്റെ കുറ്റമാണോ? പിന്നെ ഇത് മറ്റും ഭാവം കണ്ടാലും നമ്മളെ കടിച്ചു തോന്നുന്നല്ലോ. ഇന്ന് പേയോ മറ്റോ ഇളകിയോ? ഇളകിയതല്ല, ഇളക്കിയതാണ്. ഞാൻ തന്നെ. കുഞ്ഞോ? അതെ, ആ മരുന്ന്. ഈ മരുന്ന് മുഴുവൻ കുടിച്ചു കഴിയുമ്പോൾ അവന്റെ ബഹളമൊക്കെ മാറും. അപ്പൊ പിന്നെ മുമ്പേ കളകിയത്? ഞാൻ അവന് മറ്റൊരു മരുന്ന് കൊടുത്തിരുന്നു. അതിന്റെ ബഹളമാണ് ഈ കണ്ടതൊക്കെ. അതെന്നാ മരുന്നാ കുഞ്ഞെ? ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു പുതിയ മരുന്ന്. അത് പശുവിന് കൊടുത്താൽ പശു പുലിയെ പോലെ പായും. അയ്യോ എന്റെ കുഞ്ഞെ, അങ്ങനെയാണെങ്കിൽ എന്റെ കിളവിക്ക് ഒരു തുള്ളി പോലും കൊടുത്തു പോവല്ലേ? അവൾ ഇപ്പോഴേ പുലിയാ. അപ്പൊ ഇതൊന്നും മണപ്പിച്ചു പോയെങ്കിൽ അയ്യോ. പേടിക്കണ്ട, ഞാനിത് ഒരു മനുഷ്യന് കൊടുക്കും. വരൂ, രോഗികൾക്കാ. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ കുറവുണ്ട് അമ്മാന്, പക്ഷെ രാത്രിയിൽ ഉറക്കമില്ല. വിപ്ലവാരിഷ്ടം വല്ല മാറ്റി കഴിച്ചോ? ഇല്ല അമ്മാന്. വെള്ളം പറയരുത്. സാരമില്ല, ഞാനൊരു മരുന്ന് എഴുതി തരാം. രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂറിന് മുമ്പ് ഇതിൽ 1 ഔൺസ് കഴിക്കണം. ശരി. കുഞ്ഞിനെ കൊണ്ട് നടന്നു വരുമായിരുന്നു. ആരെങ്കിലും അയച്ചിരുന്ന ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇന്നലെ പനി ഉണ്ടായിരുന്നു. ഓ, പനിയൊന്നും ഇല്ലല്ലോ. ഏയ്, സാരമില്ല, പനി മാറി. പാലോ കഞ്ഞി എന്ത് വേണേലും കൊടുക്കാം. Morning, sir. Coffee ready. ശാന്തൻ സ്പീക്കിംഗ്. എന്ത്? അമ്മാവൻ എപ്പോ? ഞാൻ വരുന്നു. കിട്ടശാരേ, അമ്മാവൻ മരിച്ചു പോയെന്ന്. നിങ്ങളെല്ലാം പോയിട്ട് വൈകുന്നേരം വരൂ. ഈ അസൗകര്യത്തിന് ക്ഷമിക്കണം. ഞാൻ ഈ വീട്ടിൽ താമസമാക്കിയിട്ട് വർഷങ്ങൾ 10 കഴിഞ്ഞു. ഇതിനിടയിൽ ചേട്ടൻ ഇത് ഉപയോഗിക്കുമെന്ന് എനിക്കൊരു സംശയം പോലും തോന്നിയിട്ടില്ല. ഞാൻ ഈ വീട്ടിൽ വളർന്നവനാണ്. എന്റെ അമ്മാവൻ മദ്യം വെറുത്തിരുന്നെന്ന് എനിക്കറിയാം. എങ്കിൽ പിന്നെ ഇത് എന്തോ രഹസ്യമുണ്ട്. എന്താണെന്ന് ഊഹിക്കാൻ കൂടി വയ്യ. ഏതായാലും ഇതാരും അറിയണ്ട. അറിഞ്ഞാൽ കുറച്ചില്ല. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നെന്ന് പറഞ്ഞാൽ മതി. ശവദാഹം വേഗം നടത്തും. അതെല്ലാം ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. എന്താ ഇങ്ങനെ ധൃതി പിടിച്ചാലോ? ഡാക്ടർ അദ്ദേഹത്തിന്റെ അമ്മാവനല്ലേ മരിച്ചിരിക്കുന്നത്. എടുപിടി നിങ്ങൾ പോരാൻ പറ്റുമോ? എന്തായാലും വരും. എങ്ങനെ അറിയാം? വരാമെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വാക്കേ ഉള്ളൂ, 2 വാക്കില്ല. വന്നോ? നാളെ വരും. നിങ്ങളെല്ലാം രാവിലെ വരാൻ പറഞ്ഞേച്ചിരിക്കാം. അമ്മാവൻ നന്നായി. എനിക്ക് അത്ര വരെ പോകേണ്ടിയിരിക്കുന്നു. എന്നാ വെക്കം വരണം. നീ വന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. അവിടെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടത്. ഞാനിതാ വന്നിട്ടുണ്ട്. 3 പേരും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നേ. അത്താഴം കഴിഞ്ഞപ്പോഴാ വന്നത്. പാതിര കഴിഞ്ഞാ പോയത്. അവരെ യാത്ര അയക്കാൻ അമ്മ വന്നിരുന്നു. ഇല്ലേ, ഞാനാ ഡ്രൈവറെ വിളിച്ചു നിർത്തിയത്. അവര് പോയത് പിന്നെ കഥ കടച്ച് ഞാൻ പോയി കിടന്നു. അതിൽ പിന്നെ നീ അമ്മാവനെ കണ്ടോ? ഇല്ലേ, ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോ ഈ മുടിയിൽ വെളിച്ചമില്ലായിരുന്നു. കഥവ് അടച്ചിരുന്നു. ഉറങ്ങാൻ കിടന്നെന്ന് കരുതി വേല് വിളിച്ചില്ല. ആട്ടെ, അവരിവിടെ കൂടെ കൂടെ വരാറുണ്ടോ? ഇല്ല,
ഈ 2 ആഴ്ചയായിട്ടാ വരവ് തുടങ്ങിയത്. വന്നാ ഒത്തിരി നേരെ ഏമാന്റെ മുറിയിലിരുന്ന് ഏതാണ്ടൊക്കെ തർക്കിക്കും. ഏതായാലും നീ ഈ കാര്യം ആരോടും പറയണ്ട. ഇല്ലേ? പൊയ്ക്കോളൂ. വിമലേ, എന്താ ചേട്ടാ? ഈ മരണത്തിന്റെ പുറകിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, അമ്മാവന്റെ ബാങ്കിലെ ഡയറക്ടർമാരെ അമ്മാവന് ഇഷ്ടമായി? അല്ല, എല്ലാം പണക്കൊതി പിടിച്ച പിശാചുക്കളാണെന്ന് അച്ഛൻ കൂടെ കൂടെ പറയുമായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം അവരെയെല്ലാം ജയിലിലാക്കേണ്ടി വരുമെന്നും പറയുന്നത് കേട്ടു. എന്നിട്ടും അവരോടൊന്നിച്ച് ഡയറക്ടറായി കഴിഞ്ഞതെങ്ങനെ? രാജിവെച്ച് പിരിയാത്തതെന്ത്? ഇതേ ചോദ്യം തന്നെ ഞാനും ചോദിച്ചു. രാജിവെച്ച് പിരിഞ്ഞാൽ മറ്റുള്ള 3 പേരും ചേർന്ന് ബാങ്ക് മുടിക്കുമെന്നും അച്ഛനെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചിട്ടുള്ള അനേകം പേർക്ക് എല്ലാം നഷ്ടപ്പെടുമെന്നുമാണ് മറുപടി പറഞ്ഞത്. ബാങ്ക് വക വല്ല പ്രമാണങ്ങളോ കണക്ക് പുസ്തകങ്ങളോ അമ്മാവനോട് വെച്ചിട്ടുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. അച്ഛന്റെ ഡയറി നോക്കിയാൽ അറിയാം. ഞാൻ നോക്കട്ടെ. ഇതാ. ശരി, ഞാൻ ഇറങ്ങട്ടെ. ചേട്ടൻ പോവുകയാണോ? പോകാതെ പറ്റില്ല. ഞാനൊരു ഡോക്ടറല്ലേ, രോഗികളോടുള്ള കടമ മറക്കാം. 2 ദിവസം കൂടി കഴിഞ്ഞു പോയാൽ പോരെ? ഇപ്പോ തന്നെ കുറെ അധികം ജോലി കുടിശ്ശികയായിട്ടുണ്ട്. എന്റെ പരീക്ഷണമാണെങ്കിൽ പകുതിയിൽ നിർത്തിയിരിക്കുകയാണ്. ഞാൻ പോയിട്ട് പിന്നെ വരാം. കൊച്ചമ്മാവനോട് ഞാൻ പോയെന്ന് പറഞ്ഞാൽ ചേട്ടൻ നാളെ വരും. അത്യാവശ്യ ജോലിയൊന്നും ഇല്ലെങ്കിൽ നിശ്ചയമായും വരും. വന്നില്ലെങ്കിൽ പിണങ്ങരുത്. ആവശ്യമല്ല ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യുന്നു. ഇവിടുത്തെ കാര്യം അന്വേഷിക്കാൻ ഈ ചേട്ടനല്ലാതെ കൊച്ചമ്മാവനില്ലേ? പോരെങ്കിൽ മോഹനില്ലേ? തീർച്ചയായും. മോഹന് ദീർഘായുസാണ്. ഇപ്പോ പറഞ്ഞതേ ഉള്ളൂ, അതിനുമുമ്പ് ആളെത്തിയല്ലോ. മോഹൻ ദിവസവും ഇവിടെ വന്ന്. അതൊന്നും വേണ്ട. ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. അറിയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദിവസവും ഇവിടെ വന്ന് ഹാജർ കൊടുക്കും. അതെന്റെ കടമയാണ്. ഗുഡ്. അപ്പൊ എനിക്ക് പോകാമല്ലോ. വിമലയ്ക്ക് കൂട്ടായല്ലോ. കൊച്ചമ്മാൻ വന്നിട്ടേ പോകാവൂ. കേട്ടോ മോഹൻ? ശരി. രവീന്ദ്രൻ, വിക്രമൻ, വിശ്വനാഥ്, ദ്രോഹികൾ. അവർ തന്നെ എന്റെ അമ്മാവനെ കൊന്നത്. അവരുടെ കള്ളം പുറത്താകാതിരിക്കാൻ വേണ്ടി കൊലപാതകം തന്നെ ചെയ്തു. ഇങ്ങനെ തിന്നും കുടിച്ചും കഴിഞ്ഞാൽ മതിയോ? പിന്നെ എന്തോ നിരാഹാര സത്യാഗ്രഹം നടത്തണം. നമ്മുടെ വിക്രമൻ ഇനിയും പേടി തീർന്നില്ലെന്ന് തോന്നുന്നു. മോശം. വിസ്കിയും ബ്രാൻഡി അകത്ത് ചെല്ലുമ്പോ ആർക്കും ധൈര്യം തോന്നും. എല്ലാം നിസ്സാരം. പക്ഷേ ബോധം തെളിഞ്ഞാൽ മട്ടാകം. Don't say that. എനിക്കെപ്പോഴും ധൈര്യമാണ്. ഞാനല്ലേ ആ പണിക്കരെ. വിശ്വമെന്ന് അധികം കുടിച്ചു. ഞാൻ കുഴിച്ചു, ഇനിയും കുഴി. നമുക്ക് പോകാം. ഇവിടെ ഇരുന്ന കുഴപ്പം ഇയാൾ വല്ലതൊക്കെ വിളിച്ചു പറയും. അതെന്റെ ഫണ്ടമെന്റൽ റൈറ്റ്. വിശ്വം പ്ലീസ്. അതാ ഡാൻസ്. പണിക്കരുടെ നെവ്യൂ ഇല്ല അയാൾ. അതെ, അയാളെ പിടികൂടിയാൽ കാര്യം നടക്കും. ഇയാൾ നമ്മെ എല്ലാം അപകടത്തിലാക്കും. വിശ്വം നാവടക്കി വെച്ചില്ലെങ്കിൽ കഴിമരുത് കയറേണ്ടി വരും. പറഞ്ഞേക്കാം. എന്നെ കണ്ട കഴിമഴം കിഴികിഴിതാവണക്കും. വിക്രമൻ പറഞ്ഞത് ശരിയാണ്. മോഹനെ വശത്താക്കിയാൽ ആ പണിക്കര വീട്ടിൽ നിന്ന് പേപ്പേഴ്സ് എല്ലാം തട്ടിയെടുക്കാൻ കഴിയും. നമുക്ക് മറ്റൊന്ന് പേടിക്കാനില്ല. അയാളെ എങ്ങനെ നമ്മുടെ വശത്താക്കും? ആ നർത്തകി വഴി. അക്കാര്യം ഞാനേറ്റു. അവളെ രവീന്ദ്രന് പരിചയമുണ്ടോ? ഇല്ലെങ്കിൽ ഇനി പരിചയമാവരുതോ? ശരി, നടക്കട്ടെ. നടക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ, കുറെ പണച്ചിലവുണ്ടാകും. 1000 രൂപയെങ്കിലും വേണ്ടിവരും. ശരി,
നാളെ തന്നെ അവളെ കണ്ടുപിടിച്ച് ഏർപ്പാട് ചെയ്യും. കുടിക്കണം. കുടിച്ചാൽ എന്തായിരിക്കും ഫലം? പരമശാന്തനായ ടൈഗർ കാട്ടുമൃഗമായി മാറി. മനുഷ്യനും അങ്ങനെ മാറും. ആ മാറ്റം താങ്ങാനുള്ള ശക്തി ഈ ശരീരത്തിനുണ്ടാകും. വേണ്ട, അപകടം. ഞാൻ തന്നെ ഭയന്നാലോ? എത്ര വർഷത്തെ പരിശ്രമഫലമാണ് അത് പരിശോധിക്കാതെ പാഴാക്കാൻ പാടില്ല. പരീക്ഷിക്കണം, സ്വയം പരീക്ഷിക്കണം. മരിക്കുമെങ്കിൽ പോകട്ടെ. ശാന്തനല്ല, ഉഗ്രൻ, മനുഷ്യനല്ല, മൃഗം. മനുഷ്യനില്ല, മൃഗം. രവീന്ദ്രൻ, വിശ്വനാഥൻ, വിക്രമൻ. രവീന്ദ്രൻ. അയ്യോ, എന്റെ കുഞ്ഞിനെ കൊന്നേ, ഓടി വരണേ. ആ പോകുന്ന കാലമാണ്. അയ്യോ,
വിലാസിനി. എന്റെ സമാധാനം കേട്ടിട്ടാകാം പരിഭവവും പിണക്കവും ഒക്കെ. എനിക്കൊന്നും കേൾക്കണ്ട. എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഒന്ന് കണ്ടിട്ട്. അതിന്റെ കാരണമല്ലേ പറയാൻ പോകുന്നത്. ബുദ്ധിമുട്ടണ്ട. എനിക്കറിയാം, അമ്മാവന്റെ വീട്ടിൽ മുറപ്പെണ്ണുമായി രസിച്ചു കഴിയുകയായിരുന്നു. കഷ്ടം. ഇങ്ങനാണോ എന്റെ വിലാസിനി എന്നെ ധരിച്ചിരിക്കുന്നത്? അങ്ങനെ രസിച്ച് കഴിയണമെങ്കിൽ ഞാൻ ഇവിടെ വരണം. മുഷിയുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകണ്ടേ? ഇതാ നോക്കൂ, മനസ്സിലുള്ളതാണോ ഈ പറഞ്ഞത്? എങ്കിൽ മേലാൽ ഞാൻ ഇവിടെ വരുന്നില്ലെന്ന് വെച്ചേക്കാം. വിശ്വാസമില്ലാത്തടത്ത് വന്ന് വിഷമിക്കുന്നതിന്. അതിനിടയ്ക്ക് പിണങ്ങിയോ? ഇവിടെ ഇരിക്കണം. അങ്ങനെങ്ങ് പോയാലോ? പിന്നല്ലാതെ നിന്നെ കാണാൻ ഓടി ഇവിടെ എത്തുമ്പോ മുഖവും വീർപ്പിച്ച് പരുവവും പറഞ്ഞുകൊണ്ടിരുന്ന. ആട്ടെ, വിമലയുടെ വീട്ടിലല്ലായിരുന്നു ഇക്കഴിഞ്ഞ 4 ദിവസവും? അതെ, ഞാൻ എന്തിനാണ് അവിടെ പോയതെന്നറിയാമോ? അവളെ കാണാൻ, സംസാരിക്കാൻ. അല്ല. പിന്നെന്തിനാ? അമ്മാവന്റെ അസ്ഥിമാടത്തിൽ തിരി കൊളുത്തി വെക്കാനോ? അതിനുമല്ല. പിന്നെ അമ്മാവൻ പണം വാരിക്കോരി കൂട്ടിയിട്ടുണ്ടെന്നുള്ള അറിയാമോ? അതിലൊരു പങ്ക് കിട്ടുമോ എന്ന് നോക്കണ്ടേ? കിട്ടുമോ? എങ്കിൽ ഞാനും എന്റെ വിലാസിനിയും ഈ നശിച്ച നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയി അന്തസ്സായിട്ട് ജീവിക്കും. എന്റെ മോഹൻ. ഉറങ്ങി നേരം വെളുത്തിട്ട് പറഞ്ഞാ മതി. കിടന്നുറങ്ങി. നടക്കുന്നതീ. ഓ, നടക്കുന്നു. ഈ വേലത്തരൊന്നും എന്നോട് വേല. എനിക്ക് അറിഞ്ഞൂടായോ? ഇങ്ങനെ കടന്നു പോലെ. കാണുന്നില്ല. കാര്യം സാധിച്ചാൽ ഇതിന്റെ 5 ഇരട്ടി വേറെ തരാം. വാങ്ങിയ മോഹനെ കൊണ്ട് ആ പ്രമാണങ്ങൾ എടുപ്പിക്കണം. അയാളുടെ അമ്മാവന്റെ വീടല്ലേ, അയാൾക്ക് അവിടെ സർവ്വ സ്വാതന്ത്ര്യവുമില്ലേ, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഞാൻ പറയാം. പറഞ്ഞാൽ പോരാ, സാധിക്കണം. വിലാസിന് വിചാരിച്ചാൽ സാധിക്കും. അയ്യോ, ഞാനൊരു സുന്ദരി യുവതി, മോഹന്റെ കാമു. ഈ നിസ്സാര കാര്യം അയാൾ സാധിച്ചിരില്ലേ? തന്നില്ലെങ്കിൽ പിന്നെ ഈ താരുണ്യവും ലാവണ്യവും കൊണ്ട് എന്തു ഫലം? നൃത്തവും പാട്ടുമെല്ലാം എന്തിന്? നോക്കൂ, ഞാൻ ആരാണെന്ന് അറിയാമല്ലോ. ഞാൻ വിചാരിച്ചാൽ റാണിയെപ്പോലെ നിനക്കിവിടെ ജീവിക്കാം. ഇതാ, കുഞ്ഞിന് പാലും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊടുക്കണം. സാരമില്ല, ഒന്നും പറ്റിയിട്ടില്ല. 2 ദിവസത്തിനകം ഭേദമാണ്. എന്റെ പൊന്നേമാനെ, ഇതിൽ ഈശ്വരൻ ഏമാനെ നോക്കും. എനിക്ക് ആണും പെണ്ണും കൂടി ഇതൊന്നേ ഉള്ളൂ. ഒന്നും പേടിക്കാനില്ല, നാളെ കൊണ്ടുവരും. ഏമാനും മനുഷ്യൻ, ഇത് ചെയ്ത് ആ കാർക്കോടകനും മനുഷ്യൻ. അവനും എന്റെ കൈ കിട്ടട്ടെ.
എന്തൊരു ക്രൂരൻ! കളങ്കമെന്തും നടന്നിട്ടില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ ചവിട്ടി അരച്ച കൊടും പാവി. നൂറ്റാണ്ടുകളുടെ സംസ്കാരം ഞൊടിയിടയിൽ നശിപ്പിച്ച നിഷ്കണ്ടകൻ. മനുഷ്യരെന്ന പേരിന് പോലും അർഹതയില്ലാത്ത വെറും മൃഗം. നീയാണ് ഇതിനെല്ലാം ഉത്തരവാദി. നീ നശിക്കണം, ഇല്ലെങ്കിൽ മനുഷ്യത്വം നശിക്കും, ഈ നാട് നശിക്കും. അയ്യോ പോയേ, എന്റെ സാറ് പോയേ, എന്റെ പൊന്ന് സാറേ. എന്ത് പറ്റിയടാ പപ്പു? താർന്നു പോയി കൊച്ചമ്മ, പൊട്ടി താർന്നു പോയി. എന്റെ പൊന്ന് സാറേ. അയ്യോ എന്നെ ഇട്ടു പോയില്ലേ മഹാമാരി. ഇനി ഞാൻ എന്ത് ചെയ്യണ്ട? ഞാൻ അന്നേ പറഞ്ഞതായി പരിചയം ഒന്നും വേണ്ട. ഞാനും ഇനി എനിക്ക് ആരുണ്ടടാ പപ്പു? എനിക്കും ഇതെല്ലാം പൊട്ടിത്തെറിച്ചപ്പം ഞാൻ നിലത്ത് വീണ് പോയതല്ലേ. നീ കണ്ടോ? ആറ്റം ബോംബിനെക്കാട്ടിലും വലിയ കണ്ടുപിടുത്തമായിരിക്കും ഈ എഡീസുദാസൻ സാധിക്കാൻ പോകുന്നത്. എന്റെ കണ്ടുപിടുത്തം വിജയിച്ചാൽ ഇവിടെ പൊന്നും പവനും ഒന്ന് കുവിയല്ലേ കുവിയല്ലേ. ഒരു കാര്യം പറഞ്ഞേക്കാം. നാളെ തൊട്ട് കണ്ടുപിടുത്തം വന്നുകൊണ്ട് പറഞ്ഞ് കുത്തിയിരിക്കാണ്ട് 10 പിള്ളേർക്ക് ദൂഷ്യം പറഞ്ഞു കൊടുക്കാനെങ്കിലും പോയില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിനെ പോകും. ഒരു മുടിഞ്ഞ കണ്ടുപിടുത്തം കുന്തോ. കാപ്പിയും ചായയും ഒന്നും എനിക്ക് വേണ്ട. ആ പ്രമാണങ്ങളുടെ കാര്യം നീ എങ്ങനെ അറിഞ്ഞെന്ന് പറയും? അത് നിനക്കെന്തിന്? അതെല്ലാം അത് കൊണ്ടുവരുമ്പോൾ പറയാം. നമുക്ക് രണ്ടുപേർക്കും ഗുണമുണ്ടാകുന്ന കാര്യത്തിനാണെന്ന് വിശ്വസിക്കൂ. എങ്ങനെ? അതൊക്കെ പിന്നീട് പറയാം. എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, വിലാസിനി പെട്ടെന്നങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് സാധിക്കണം. പ്രമാണം കൊണ്ടുവന്നാൽ ഉടൻ സകലതും അറിയിക്കാം. അതുവരെ ക്ഷമിച്ചുകൂടെ? അല്ലാതെ എന്ത് ചെയ്യും? ദേ നോക്കൂ, ഇതൊന്ന് സാധിച്ചാൽ പിന്നെ നമുക്ക് സുഖമായി ജീവിക്കാം. സാധിക്കുന്നത് അത്ര എളുപ്പമല്ല. അമ്മാവൻ അത് എവിടെ വെച്ചിരിക്കുന്നെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ആ വീട്ടിലായിരിക്കുമല്ലോ. എല്ലായിടവും പരിശോധിക്കണം. എനിക്കവിടെ അത്രയ്ക്ക് സ്വാതന്ത്ര്യമൊന്നും. പിന്നെ പിന്നെ എനിക്കറിഞ്ഞുകൂടെ? വിചാരിച്ചാൽ എളുപ്പം നടക്കും. എന്തോ ഏതായാലും ശ്രമിക്കാം. അത് മതി, സാധിക്കും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, നാളെ വരാം. വരണേ. കൊള്ളാം, വരാൻ നോക്കൂ. എന്റെ ഹൃദയം ഇവിടെ ഇട്ടിട്ടല്ലേ പോകുന്നത്. ഞാൻ വരട്ടെ. ഹലോ മോഹൻ. എന്താ നിർത്തിക്കളഞ്ഞ്? ഞാൻ വന്നതുകൊണ്ടായിരിക്കാം. എങ്കിൽ പോയേക്കാം. അതുകൊണ്ടൊന്നുമല്ല, ഇരിക്കും. മുഴുവനും പാടുകയുമില്ലേ? മോഹൻ അറിയാമോ ഈ പാട്ട് ഏതാണെന്ന്? ഞാൻ എങ്ങനെ അറിയാനാണ്? കുട്ടിക്കാലം മുതൽക്കേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. മനസ്സിന് എന്തെങ്കിലും വിഷമം തോന്നിയാൽ വിമലയോട് ഈ പാട്ട് പാടാൻ പറയും. എല്ലാവർക്കും അതിനുള്ള സൗകര്യവും ഭാഗ്യവും കിട്ടും. പാട്ടെങ്ങനെ ഇരിക്കുന്നു? ഞാനാര് വിമലയുടെ പാട്ടിനെ പറ്റി അഭിപ്രായം പറയാൻ? പോവണം. എനിക്ക് അത്യാവശ്യമായി ഒരാളിനെ കാണാനുണ്ട്. പോകുന്ന വഴി ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. പോട്ടെ. മോഹനൊരു വല്ലായ്മ, മനസ്സിലെന്തോ ഉണ്ട്. അസൂയ, കുശുമ്പെന്നും പറയും. ശേ, മോഹൻ നല്ലവനാണ്, സ്നേഹിക്കാൻ കൊള്ളാവുന്നവനാണ്. ആർക്ക്? നമുക്കെല്ലാവർക്കും. എനിക്ക് ആ സ്നേഹം ആവശ്യമില്ല എന്ന് പറയരുത്. എന്നെ കരുതും പോലെ മോഹനെയും കരുതേണ്ടതല്ലേ? അത് ഈ ജന്മം സാധ്യമല്ല. അതെന്താ? പിന്നീട് മനസ്സിലായിക്കൊള്ളു. ആട്ടെ, എന്റെ പാർവതിയെ ഞാൻ ഒരു 16-കാരിയാക്കട്ടെ. ഒരു 16-കാരിയെ പോലെ ഓടിച്ചാടി ഇങ്ങനെ നടക്കണമോ എന്ന്. ഒക്കുമോ? Yes, one try. ഇതുകൂടി അപകടമൊന്നുമില്ലല്ലോ. ഞാനല്ലേ വരുന്നത്. ആ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒന്നുമില്ല. ആ, കുറച്ച് കഴിയട്ടെ.
ഉണ്ടായോ? പോകുന്നേ നിർത്തണേ. ഇത് ബഹളം കൂട്ടിയാലേ ആളുകൾ ഓടിയെത്തും. 10 പൈസ ടിക്കറ്റ് വെച്ചാൽ കുറഞ്ഞ 100 രൂപയെങ്കിലും കിട്ടും. ദ്രോഹി, ഞാനിപ്പോ ചാവും. എന്നോട് വഴക്കിടുവോ നീ? ഇല്ല. സത്യം ചെയ്യേ. ദൈവത്തിനാണ് വഴക്ക് പറയും. ശരി പപ്പു, അലമാരി നീ വരുന്നില്ല. ഇതാണ് എന്നോട് കളിച്ചാൽ ഇപ്പൊ മനസ്സിലായോ? ഇനി മര്യാദ അവിടെ പടി വേണ്ട. അവിടോ ഇപ്പൊ നീ പഠിച്ചോ? മഠയ, നീ എന്താണ് ചെയ്തത്? ഉറങ്ങാത്ത രാവുകൾ, ഊണില്ലാത്ത പകലുകൾ, വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങൾ, അവയുടെ എല്ലാം ഫലമല്ലേ നീ തകർത്ത് കളഞ്ഞത്? ലോകാവസാനം വരെ നിന്റെ നാമം അനശ്വരമായി നിലനിർത്തുമായിരുന്ന അത്ഭുത ഔഷധി നശിപ്പിച്ച നിന്നെക്കാൾ പമ്പര വിട്ടി ആരുണ്ട്? ഇതിനാണോ നീ രാപകൽ ക്ലേശിച്ചത്? ഞാൻ ക്ലേശിച്ചതിന്റെ ഫലം കിട്ടിയില്ലേ? ലോകം അമ്പരക്കുന്ന ഒരു മഹാത്ഭുതം ഞാൻ കാട്ടിയില്ലേ? മനുഷ്യന്റെ ഉള്ളിലുള്ള മൃഗത്തെ അതിന്റെ എല്ലാ ഭീകരതകളോടും കൂടി സ്വതന്ത്രനാക്കിയില്ലേ? പക്ഷേ അതിനെ സമൂഹ മധ്യത്തിൽ അഴിച്ചുവിടാൻ പാടില്ല. അതിക്രൂരനായ ആ മൃഗം സർവവും നശിപ്പിക്കും, നിരപരാധികളെ കൊന്നൊടുക്കും. അതിന് നിനക്കെന്ത്? എല്ലാവരിലുമില്ലേ മനുഷ്യനും മൃഗവും, നന്മയും തിന്മയും? നന്മയുടെ മറുവശം തിന്മ, പ്രകാശത്തിന്റെ മറുഭാഗം അന്ധകാരം. രണ്ടും കൂടി ചേർന്നെങ്കിലല്ലേ ജീവിതം പൂർണ്ണമാകും. ഈ പ്രാപഞ്ചിക നിയമത്തെ ഭയപ്പെടുന്നത് മടത്തരമല്ലേ? അല്ല, സംസ്കാരമാണ്. തലമുറകളിലൂടെ മനുഷ്യൻ സമാർജിച്ച സംസ്കാരം അവനിലുള്ള മൃഗത്തെ, തിന്മയെ അടിച്ചമർത്തിയാണ്. ഇല്ലെങ്കിൽ ലോകം വെറുമൊരു കുരുതിക്കളമായി മാറുമായിരുന്നു. ഭീരു, സംസ്കാരത്തിന്റെ പേരിൽ നീ നിന്നെ ദ്രോഹിച്ചവരെ മറക്കാൻ ശ്രമിക്കുകയാണ്. നിന്റെ അമ്മാവിന്റെ കൊലപാതകം നീ മറന്നു. അത് ചെയ്തിയ കഠിനന്മാരോട് പ്രതികാരം ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയും മറന്നു. നിന്റെ അമ്മാവനോട് നിനക്കുള്ള കടപ്പാടിന്റെ വലിപ്പം ആലോചിക്കൂ. നിന്റെ എല്ലാ ഉയർച്ചയ്ക്കും ഉത്തരവാദിയായ അദ്ദേഹത്തിന്റെ അകാല മരണത്തിന് പ്രതികാരം ചെയ്യണ്ടേ? അതിനുള്ള തെളിവ് ശേഖരിച്ച് തെളിവോ? അവർക്കെതിരായി എന്ത് തെളിവുണ്ട്? നിയമപരമായി അവരെ ശിക്ഷിക്കുവാൻ ഈ ജന്മം സാധ്യമാണോ? ഇല്ല. രക്തത്തിന് പകരം രക്തം, കൊലയ്ക്ക് പകരം കൊല. അല്ലെങ്കിൽ നിന്റെ മനസ്സ് ശാന്തമാവുകയില്ല, നിന്റെ പ്രതികാരം നടക്കുകയുമില്ല. കൊലപാതകം വയ്യ. ഞാൻ ജീവൻ നശിപ്പിക്കുന്നവനല്ല, രക്ഷിക്കുന്നവനാണ്. വിഡ്ഢി, നാശമില്ലാതെ സൃഷ്ടിയുണ്ടോ? സംരക്ഷണമുണ്ടോ? നശിക്കേണ്ടത് നശിപ്പിക്കണം, രക്ഷിക്കേണ്ടത് സംരക്ഷിക്കണം. നിന്റെ അമ്മാവനെ നശിപ്പിച്ച ആ ദ്രോഹികൾ നശിക്കണം. അവരെ നീ തന്നെ കൊല്ലണം. അങ്ങനെ പ്രതികാരം ചെയ്യണം. പ്രതികാരം, പ്രതികാരം, പ്രതികാരം. അയ്യോ, ശബ്ദിക്കരുത്. അയ്യോ, ഞാനല്ല കൊന്നത്. വിശ്വനാഥൻ,
അങ്ങനെ 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 ഇങ്ങോട്ടില്ലേ ഓടി വന്നത്? കണ്ടില്ലല്ലോ. ഇത് ഡോക്ടറത്തിന്റെ വീടല്ലേ? അതെ. വാ, മുൻവശത്ത് പോയി നോക്കാം. എന്താണ് സംഭവിച്ചത്? ആ നശിച്ച മരുന്ന് കഴിക്കാതെ തന്നെ ഞാൻ മൃഗമായി മാറി. മനസ്സിന് അല്പം ക്ഷോഭമുണ്ടായ നിമിഷം ആ മൃഗം പുറത്തു ചാടി, ഉഗ്രമായി, ഭയങ്കരമായി. ആ മരുന്ന് നശിപ്പിച്ചത് കൊണ്ട് എന്ത് ഫലം? സൂക്ഷിക്കണം. ആ മൃഗം ഇനിയും പുറത്തു ചാടാതെ സൂക്ഷിക്കണം. ഈ മരുന്ന്, ആ മൃഗത്തെ അകറ്റി നിർത്തുന്ന ഈ മരുന്ന്, ഇത് തന്നെ രക്ഷ. ഡോക്ടർ സാർ, ഡോക്ടർ സാർ, ഡോക്ടർ സാർ, ഡോക്ടർ സാർ, ഡോക്ടർ സാർ. ആരാത്? പോലീസോ? എന്താ വിശേഷം?
ഒന്നുമില്ല, ഞങ്ങൾ സംശയം തോന്നി ഒരുവന്റെ പുറകെ വന്നതാണ്. അയാൾ ഈ വീട്ടിന്റെ പുറകുവശത്ത് വന്നതിന് ശേഷം കണ്ടില്ല. ഇവിടെങ്ങാനും ഇതിനകത്തോ? അതെ. ആളിനെ നിങ്ങൾ കണ്ടോ? വ്യക്തമായി കണ്ടില്ല. ഞങ്ങളെ കണ്ട ഉടൻ കുതിച്ചു പാഞ്ഞു കളഞ്ഞു. കിട്ടുശേരെ, ഇവിടെ വല്ല ശബ്ദവും കേട്ടോ? ഒന്നും കേട്ടില്ലേ? നിങ്ങളെ കണ്ട് ഓടിയെങ്കിൽ എന്തോ കുറ്റം ചെയ്തവൻ തന്നെ, സംശയമില്ല. 2 ദിവസത്തിന് മുമ്പ് ആ പെങ്കൊച്ചിനെ ചവിട്ടി മെതിച്ച മഹാഭാവി ആയിരിക്കണം. അങ്ങനെ എടുക്കുന്നുണ്ട്. ഉണ്ടെന്നേ, കണ്ണു ചോരയില്ലാത്ത ഏതോ ഒരു പിശാചങ്ങനെ ഇവിടെ ഒക്കെ പമ്മി നടപ്പുണ്ട്. അറിഞ്ഞു നന്നായി. അവനെ ഞങ്ങൾ കണ്ടുപിടിച്ചു കൊള്ളാം. ഉപദ്രവിച്ച് ഞങ്ങൾക്ക് മാപ്പ് തരണം. ഓ, സാരമില്ല. മിസ്റ്റർ രവീന്ദ്രന് വല്ല ശത്രുക്കളും ഉള്ളതായി നിങ്ങൾക്കറിയാം? അറിഞ്ഞുകൂടാ. ഇത്രയും കാര്യത്തിനിടയ്ക്ക് പറഞ്ഞു കേട്ടിട്ട് പോലും. ഇതിന്റെ പുറകിൽ എന്തോ രഹസ്യമുണ്ട്. സംശയം അതറിയാൻ കഴിഞ്ഞാൽ കൊലപാതകയെ കണ്ടുപിടിക്കാൻ കഴിയും. ഇൻസ്പെക്ടർ, ഇതെല്ലാം ഞങ്ങൾ എങ്ങനെ അറിയും? ബാങ്കിൽ ഞങ്ങൾ 3 പേരും ഡയറക്ടേഴ്സ് ആയിരുന്നു, സ്നേഹിതന്മാരുമായിരുന്നു. എന്ന് വെച്ച് മിസ്റ്റർ രവീന്ദ്രന്റെ എല്ലാ രഹസ്യവും എങ്ങനെ അറിയും ഞങ്ങൾ? അതെ അതെ, ഞങ്ങൾ എങ്ങനെ അറിയും? ശരി. 987 ഉത്തരവ്. ഇന്നു മുതൽ തനിക്കും 1038 സ്പെഷ്യൽ ഡ്യൂട്ടി റോഡിൽ തന്നെ. രാത്രി മുഴുവൻ ബീറ്റ് നടക്കും. സംശയം തോന്നുന്നവർ ഉടൻ അറസ്റ്റ് ചെയ്യാം. ഇന്നലെ രാത്രി പറ്റിയതുപോലെ അബദ്ധം പറ്റരുത് കേട്ടോ. എന്റെ കുഞ്ഞെ കേട്ടില്ലയോ വിശേഷം? എങ്ങനെ ഈ നാട്ടിൽ ഉയരോടെ കിടന്നുറങ്ങും? പച്ച ജീവനോടെ നെറ്റിക്കൊല്ലുന്ന മഹാഭാവികളല്ലയോ ഈ നാട്ടിലുള്ളത്. അതുകൊണ്ട് മേലാൽ രാത്രിയിൽ ആര് വന്ന് വിളിച്ചാലും കതക് തുറക്കരുത്. അപ്പൊ രോഗികൾ വന്നാലോ? അത്ര വലിയ രോഗമാണെങ്കിൽ ആശുപത്രി പോകട്ടെ. ഈ കൊലപാതകയെ കണ്ടുപിടിക്കുന്നത് വരെ രാത്രിയിൽ ആര് വിളിച്ചാലും ഇനി കിട്ടിശാര് കതവ് തുറക്കുകയില്ല. വേണ്ട, ഞാൻ തുറന്നോളാം. കൊള്ള, കുഞ്ഞിന് വേണ്ടിയല്ലയോ കിട്ടിശാര് കതവ് തുറക്കുകയില്ല എന്ന് പറഞ്ഞത്? ഞാനൊരു ഡോക്ടറല്ലേ, എന്നെ ഒരു കൊലപാതകയും ഒന്നും ചെയ്യില്ല. പിന്നെ ഈ കളവനെ തല്ലിക്കൊന്നാൽ കാശിന് വിലയുണ്ടോ? അപ്പോ ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കാം അല്ലേ? എന്നാണല്ലോ വന്ന് ഭവിച്ചിരിക്കുന്നത്. ഏതായാലും കുഞ്ഞൊന്ന് സൂക്ഷിക്കണം. കുഞ്ഞ് തനിച്ചോ വന്നത്? ഞാൻ കാറിലല്ലേ വന്നത്. ഒരു കൊലപാതകയും പട്ടാപ്പലറി നടക്കാറില്ല. കുഞ്ഞിനെല്ലാം കളിതമാശയാ. ഇതൊരു അപൂർവ ഭാഗ്യമാണല്ലോ. വലിയ ഡോക്ടർമാരെ അവരുടെ വീട്ടിൽ ചെന്ന് കാണുന്നത് അപൂർവമാണോ? എന്താ രോഗം? അതറിയാമെങ്കിൽ ഇങ്ങോട്ട് വരണം. ശരി, രോഗലക്ഷണങ്ങൾ പറയൂ. സദാ ഒരാളെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഒരാഗ്രഹം. ഓ, എത്ര നാളായി തുടങ്ങിയിട്ട്? വളരെ വർഷങ്ങളായി. ചെറിയ ചികിത്സ കൊണ്ടൊന്നും മാറില്ല. നഴ്സിംഗ് ഹോമിൽ തന്നെ പോണം. ഹോമിൽ നഴ്സിംഗ് നടത്തിയാലും പോരെ? ഞാൻ തോറ്റു. എന്നാൽ പുറപ്പെടാൻ തയ്യാറാകൂ. എങ്ങോട്ട്? ഹോമിലേക്ക്. ഇപ്പോഴോ? അതിനല്ല ഞാൻ തന്നെ വന്നത്. എത്ര ദിവസമായി ചേട്ടൻ അങ്ങോട്ട് വന്നിട്ട്? കാത്തിരുന്നു മടുത്തു. തീരെ സമയമില്ല. ഞാൻ അങ്ങോട്ട് വരാൻ മാത്രം സമയമില്ല, മറ്റുള്ളിടത്തെല്ലാം പോകാൻ സമയമുണ്ട്. രോഗികളുടെ വീട്ടിൽ പോകാതിരിക്കാൻ പറ്റുമോ? ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ താമസിയാതെ ഞാനും ഒരു രോഗിയായി തീരും. വേണ്ടാത്തത് പറയാതിരിക്കും. ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, എല്ലാം അവിടെ വന്നിട്ട് ഒതുക്കാം. അവിടെ വന്നിട്ട് ഒതുക്കാനോ? അതെ, അത് പറയാനാണ് ഞാൻ വന്നത്. ചേട്ടൻ അവിടെ വന്ന് താമസിക്കണം. അതെങ്ങനെ? ഡിസ്പെൻസറി അങ്ങോട്ട് മാറ്റണം. ഇതിനേക്കാൾ വലിയ വീടല്ലേ അത്. ഡിസ്പെൻസറി അല്ല, നഴ്സിംഗ് ഹോം വരെ അവിടെ നടത്താം. അത് ശരിയല്ല. വിമലയ്ക്കും കൊച്ചമ്മാവനും വലിയ അസൗകര്യമായിരിക്കും. ഒരു അസൗകര്യവുമില്ല. താഴത്തുനില മുഴുവൻ എടുത്തോളൂ. ഇതിനേക്കാൾ വലിയ ഒരു ഡിസ്പെൻസറി നടത്താം. അത്യാവശ്യത്തിന് 1-2 രോഗികളെ കിടത്തി ചികിത്സിക്കുകയും ചെയ്യാം. നഴ്സായി ഞാനും കൂടാ. എന്താ? എന്താ വിശേഷം? ഇന്നലെ രാത്രി മുഴുവൻ ചുമയായിരുന്നു ഏമാൻ. പിന്നെ എന്താ ഇന്നലെ രാത്രി തന്നെ കൊണ്ടുവരാത്തെ? രാത്രിയിൽ ഏമാൻ ഉപദ്രവിക്കണ്ടെന്ന് കരുതി നേരം വെളുക്കാൻ കാത്തിരുന്നു. അങ്ങോട്ടിരുന്നുള്ളൂ, ഞാനിതാ വരുന്നു. വിമലെ, ഇത് കണ്ടു. ഇവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരും? എത്രയോ നാളായി ഇവിടെ വരുന്നവരാണ് ഇവരൊക്കെ. കാൽനടയായി വരുന്നവരാണ് അധികം പേര്. അവരോട് അത്രയും ദൂരം വരാൻ പറയുന്നത് കഷ്ടമല്ലേ? എന്റെ വിമല എന്നോട് പരിഭവിക്കരുത്. എന്നെ വിശ്വസിച്ച് കഴിയുന്ന പാവങ്ങളെ വിട്ടിട്ട് വരാൻ എന്നോട് ആവശ്യപ്പെടരുത്. എനിക്കത് ചെയ്യാൻ വയ്യ. അത് ചെയ്യാൻ പാടില്ല.
വിമലെ പിണങ്ങി പോവാണ്. പിണങ്ങാൻ ഞാനാണ്. എനിക്കെന്ത് അവകാശം? ശല്യപ്പെടുത്തിന് മാപ്പ് തരൂ. അത് മാറ്റേണ്ടത് എന്റെ കടമയാണെന്നും അറിയാം. പക്ഷേ എന്നെ ചൊല്ലി വിഷമിക്കേണ്ട. ഞാൻ വേദനിക്കുവാൻ വേണ്ടി മാത്രം ജനിച്ചവളാണ്. വിമലെ, എനിക്ക് മാപ്പ് തരും. കൊച്ചമ്മാവൻ വന്ന് പറഞ്ഞ ഉടനെ ഞാൻ വീട്ടിലോട്ട് വന്നു. അവിടെ നിന്നെ കാണാൻ ഇങ്ങോട്ട് പോന്നു. ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ആരെങ്കിലും പറയണം. ഇത് നമ്മുടെ പഴയ സങ്കേതമല്ലേ? അത് മറന്നില്ലേ? എന്താണ് അങ്ങനെ ചോദിച്ചത്? അത് മറക്കാൻ കഴിയും? എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഓരോ മണൽത്തരിയും മധുരസ്മരണകൾ നിറഞ്ഞതല്ലേ? ആണോ? എങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കാൻ ഇടയാകുമായിരുന്നില്ല. ചേട്ടാ, എത്ര ദിവസമായി നാം ഇവിടെ വന്നിട്ട്, ഒരുമിച്ചിരുന്ന് പാട്ടുപാടി പൊട്ടിച്ചിരിച്ചും പരസ്പരം പിണങ്ങിയും കഴിഞ്ഞിട്ട് ഇന്നീ സ്ഥലം പോലും ചേട്ടൻ മറന്നതെന്ത്? ഇല്ല വിമല, ഞാൻ മറന്നില്ല. അന്നത്തെ പോലെ നിന്റെ പാട്ടിൽ മറ്റുള്ളതെല്ലാം മറന്നിരിക്കാൻ ഞാൻ എന്തുമാത്രം മോഹിക്കുന്നെന്ന് ഈശ്വരന് മാത്രം അറിയാം. എങ്കിൽ എന്നിൽ നിന്നും അകന്നു മാറുന്നതെന്ത്? മുൻപിൽ വന്നുവെന്ന് വിളിച്ചിട്ട് പുറം തിരിയുന്നതെന്ത്? ക്ഷമിക്കൂ വിമല, അത് പറയാൻ കാലമായിട്ടില്ല. എന്നെ വിശ്വസിക്കൂ. അല്പകാലം കൂടി കാത്തിരിക്കൂ. ജീവിതം മുഴുവൻ കാത്തിരിക്കാൻ എനിക്ക് മടിയില്ല. ഞാൻ കാരണം ചേട്ടനൊരു വിഷമവും ഉണ്ടാകരുതെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. എന്റെ വിമല, ചേട്ടാ, അദ്ദേഹം വന്നില്ലേ? ഇല്ല, ഇന്ന് രാത്രിയിൽ എവിടെ പോകണമെന്ന് ഇവിടെ പറയാൻ പറഞ്ഞു. ശരി. ജാനകി, എന്തോ? വാതിലടച്ചോളൂ. ഡ്രൈവർ, രാത്രി 1 മണിക്ക് കാർ കൊണ്ടുവന്നാൽ മതി.
പോലീസിനെ ഫോൺ ചെയ്യാം. വേലു, വേലു, കണ്ടോ? കണ്ടില്ല. കഴിഞ്ഞ തവണയും അവൻ ഇവിടെ വെച്ചാ കടന്നു കളഞ്ഞത്. ഏതായാലും ഡോക്ടർ അദ്ദേഹത്തിനെ വിളിക്കാൻ. ആരാ? ഞാൻ തന്നെ വിമല. ചേട്ടൻ ഉടൻ ഇങ്ങോട്ട് വരണം. അച്ഛന്റെ മുറിയിൽ കള്ളന്മാർ കയറി. കള്ളന്മാരാ? അതെ. പോലീസിൽ അറിയിച്ചു? അറിയിച്ചു. ഇൻസ്പെക്ടർ ഏതോ ഒരു കൊലക്കേസ് അന്വേഷിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ രാത്രിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നാളെ രാവിലെ ഞാൻ വരാം. അതുപോരാ, ഇപ്പൊ തന്നെ വരണം. അതിന് ഞാൻ എന്ത് വേണം? അവിടെ ഒന്ന് കാവലിരിക്കണം. ചേട്ടാ ക്ഷമിക്കണം. ഉപദ്രവിച്ചതിന് മാപ്പ് തരണം. വരണ്ട, വേണ്ട. ശാന്തൻ എന്ത് പറഞ്ഞു? പിന്നെ ഇതും കരുതിക്കൂട്ടി നടത്തിയ കൊല തന്നെ, സംശയം. കഴിഞ്ഞയാഴ്ച മിസ്റ്റർ രവീന്ദ്രൻ, ഇന്ന് മിസ്റ്റർ വിശ്വനാഥൻ, രണ്ടുപേരും ബാങ്ക് ഡയറക്ടേഴ്സ്. രണ്ടുപേരെയും കൊന്നത് ഒരേ കൈ തന്നെയായിരിക്കണം. ആട്ടെ, സംശയിക്കത്തക്കതായി ഒരുത്തരെയും കണ്ടില്ലേ? ഇല്ല സർ, പെട്ടെന്ന് ലൈറ്റ് അണഞ്ഞു. ആരോ ഓടുന്നതും കേട്ടു. പിന്നെ ഒരു ബഹളമായി. ഉന്തും തള്ളും, അടിപിടിയെല്ലാം നടന്നു. മെയിൻ സ്വിച്ച് സ്റ്റേജിന്റെ പിറകിലുള്ള മുറിയിലാണ്. അവിടെ കയറി ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് കൊലപാതകി സ്റ്റേജിലൂടെ ഹാളിലേക്ക് വന്നതായിരിക്കും. എങ്കിൽ സ്റ്റേജിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളെങ്കിലും കണ്ടിരിക്കണമല്ലോ. ഞാനൊന്നും കണ്ടില്ല. ലൈറ്റ് അണഞ്ഞ ഉടൻ ആരോ എന്നെ തള്ളി മാറ്റിയിട്ട് പാഞ്ഞുപോയി. ഇരുട്ടിൽ ആളിനെ കണ്ടില്ല. ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നവരെ നിങ്ങളാരും സ്ഥലം വിട്ടു പോകരുത്. കോൺസ്റ്റബിൾ, എല്ലാവരുടെയും പേരും മേൽവിലാസം എഴുതിയെടുക്കൂ. പൊതുജനശ്രദ്ധയ്ക്ക് അതിഭയങ്കരനായ ഒരു കൊലപാതകി ഈ നാട്ടിൽ ഒളിച്ചിരിക്കുന്നതായി അറിവ് കിട്ടിയിരിക്കുന്നു. ആർക്കെങ്കിലും അയാളെപ്പറ്റി അറിയാമെങ്കിൽ ഉടൻ ആ വിവരം പോലീസിന് നൽകണം. രാത്രികാലങ്ങളിൽ സകലരും സൂക്ഷിച്ചിരിക്കണം. എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ ഉടൻ പോലീസിനെ വിളിക്കണം. അല്ലെങ്കിൽ ആപത്താണ്, ആപത്താണ്. അതിഭയങ്കരനായ ഒരു കൊലപാതകി ഈ നാട്ടിൽ ഒളിച്ചിരിക്കുന്നതായി പോലീസിന് അറിവ് കിട്ടിയിരിക്കുന്നു. ആർക്കെങ്കിലും അയാളെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ
ഉടൻ ആ വിവരം പോലീസിന് നൽകേണ്ടതാണ്. സകലരും സൂക്ഷിച്ചിരിക്കണമെന്നും എന്തെങ്കിലും അപകട സൂചന കിട്ടിയാലുടൻ പോലീസിനെ വിളിക്കണമെന്നും പൊതുജനങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു. കുഞ്ഞേ, ശാന്തം കുഞ്ഞേ. കുഞ്ഞല്ലയോ? അകത്താരാ കുഞ്ഞേ? ശാന്തം കുഞ്ഞേ, അകത്താരാ? ശാന്തം കുഞ്ഞേ. കുഞ്ഞായിരുന്നു. എന്താ സംശയമുണ്ട്? അല്ല, ഇപ്പൊ അകത്ത് വേറൊരു ശബ്ദം കേട്ടു. ശബ്ദം കിട്ടശേരക്കെന്താ കീർക്കുണ്ടോ? എന്നൊന്നും മയങ്ങാൻ പോലും സമ്മതിക്കില്ലേ? പിശാച് അറിഞ്ഞില്ല. എന്തിനാ വിളിച്ചേ? കുഞ്ഞറിഞ്ഞോ? ആ പിശാച് വീണ്ടും ഒരുത്തനെ കൊന്നിരിക്കുന്നു. പിശാചും ഭൂതവും ഇത് പറയാനായിരുന്നു മയങ്ങിക്കിടന്ന് എന്നെ വിളിച്ചു നിർത്തിയത്. ഞാൻ പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ല എന്നെ ഉപദ്രവിക്കരുത്. എന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെന്താ മുഖം ആവണക്കെണ്ണ കുടിച്ചതിന്റെ അതുപോലെ ഇരിക്കുന്നത്? കുഞ്ഞ് ചാടിച്ചോ? ഈ കുഞ്ഞിന് ഒരക്കടി പറ്റി. കപ്പും കണ്ണും കവിളും എല്ലാം വെളുത്തങ്ങ് വിളറി. പെട്ടെന്ന് ദേഷ്യവും വരിക. ആ മുറിക്കകത്ത് കയറി ഒറ്റയ്ക്ക് അടച്ചുകൂട്ടി ഇരുന്നിട്ട് വിഷമായി വലിയ അതിനകത്ത് മുഴുവനും. കുറെ ദിവസം വിമല കുഞ്ഞിന്റെ വീട്ടിൽ പോയി താമസിച്ചാൽ ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറും. ശരിയാ, പക്ഷെ അത് കേൾക്കണ്ടായോ? വിമല കുഞ്ഞിനെയും പണിക്കരമാനും വിവരം അറിയിച്ചാൽ മതി. അവരൊന്ന് പിടിച്ചാൽ പിടിയിൽ അങ്ങ് കൊണ്ടുപോയിക്കോളൂ. ഉള്ളതാ, ആ ബുദ്ധി എനിക്ക് പോയില്ല തന്നെ. ഡോക്ടർ സാർ, ഒറ്റയ്ക്ക് വഴി പോകുന്ന അത്ര ഞാനൊരു ഡോക്ടറല്ലേ, എന്നെ ആരും ഉപദ്രവിക്കില്ല എന്ന് വിചാരിക്കരുത്. ഈ കൊലപാതക രാക്ഷസന് കണ്ണിൽ കാണുന്നവരെ കാച്ചിക്കളെ. ഓ, സാരമില്ല. ഈ കൊലപാതക രാക്ഷസന് കണ്ണിൽ കാണുന്നവരെ കാച്ചിക്കളെ. ആ പോകുന്നതാരാ? ഞാൻ നോക്കിയില്ല. ഏയ്, അവിടെ നിൽക്കണം. പ്രമാണങ്ങൾ കിട്ടിയോ? ഇല്ല. എന്തു പറ്റി? ഒന്നും പറയണ്ട. ഗുരുത്വം കൊണ്ട് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഇനി ഏതായാലും ബുദ്ധിമുട്ടുണ്ട്. അതാവശ്യപ്പെട്ടയാൾ കൊല്ലപ്പെട്ടു. ആര്? വിശ്വനാഥനാണോ? അല്ല, രവീന്ദ്രൻ. ആ വിലാസിനി, ഇനി മേലാൽ നീ ആ ഹോട്ടലിൽ പോകണ്ട. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നത്. പോയില്ലെങ്കിൽ ജീവിക്കണ്ടേ? നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ ഞാനുണ്ട്. 1-2 ആഴ്ചയ്ക്കകം നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാം. മോഹൻ, അത് ഒന്നും പറയണ്ട, എല്ലാം നിശ്ചയിച്ചിട്ടു. എല്ലാം അങ്ങയുടെ ഇഷ്ടം. എനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണാനുണ്ട്. ഞാൻ പോയിട്ട് നാളെ വരാം. ഇന്ന് പോകണ്ട. പരിഭവിക്കരുത്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ എങ്ങും പോവുകയില്ല. എന്റെ ഓമനയുടെ അരികിൽ തന്നെ. പക്ഷേ ഇപ്പോൾ പോകാതെ പറ്റില്ല. ഞാൻ പോട്ടെ. ശരി.
ഇതിനകത്തോ മറ്റോ വിളിച്ചോണ്ട് അത് പരച്ചിക്കറിയാം. അങ്ങോട്ടെങ്ങാനും പോയി നോക്കാം. മോഹൻ, ഇനി അവനോട് വന്നാൽ ഞാൻ നിന്നെയും അവനെയും കൊല്ലും. ഇതാരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ ഞെരിച്ച് ഞെരിച്ച് കൊല്ലും. ജാഗ്രത. ഈ കണക്കിന് പോയാൽ കുഞ്ഞ് കിടപ്പിലായി പോകുമേ. മനുഷ്യനായാലൊന്ന് ഉണ്ണുവോ ഉറങ്ങുവോ വേണ്ടായോ? പകൽ മുഴുവനും ദീനക്കാരെ പരിശോധിച്ച് മരുന്ന് കൊടുക്കുക, രാത്രി മുഴുവനും അവരുടെ വീട് തോറും അലച്ചില്. കോഴി പോകുമ്പോഴാണ് വന്ന് കിടന്നു ഉറങ്ങുന്നത്. രോഗികളെ നോക്കാൻ തന്നെ ആണോ രാത്രി പോകുന്നത്? പിന്നെ അല്ലാതെ? അല്ല, എന്നും വെളുക്കുന്നവരെ രോഗികളെ നോക്കാൻ പോകുന്നത് കുറെ വിചിത്രമായി തോന്നിയോണ്ട് ചോദിച്ചത്. പിന്നെ എന്തിനു പോകുന്നെന്നാ അഭിപ്രായം? എനിക്കെങ്ങനെ അറിയാം? ചെറുപ്പമല്ലേ, പലയിടത്തും പോകാൻ തോന്നും. അവനവന്റെ മാനദണ്ഡം വെച്ച് മറ്റുള്ളവരെ അളക്കരുത്. അതിലും കഷ്ടമാണ് ഒരാളെ കണ്ണുടച്ച് വിശ്വസിക്കുന്നത്. അതെന്റെ ഇഷ്ടം. എന്നാലിത് പറയുന്നത് എന്റെയും ഇഷ്ടം. നിങ്ങൾ എന്തിനാ വെറുതെ? കിട്ടസാരെ, എന്തോ? നാളെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് ഓ. ശാന്തൻ ചേട്ടനെ കൊണ്ടുപോരാ. അതെ, അതാ വേണ്ടത്. കുറച്ചു ദിവസം ഇവിടെ വന്നു. എന്തോ ഇൻസ്പെക്ടർ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പൊ വരുമായിരിക്കും. വെളിയിൽ ധാരാളം പോലീസുകാർ കാവലുണ്ട്. വാതിലൊക്കെ അടച്ചോ? അടച്ചു. നീ പോയി കിടന്നു. ദയവായി പോകണം, വേഗം. വിലാസിനി, ഇതെന്തു മാറ്റം? നിനക്ക് എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, അങ്ങുടനെ പോകണം. പോകാൻ? എന്റെ വിലാസിനിയാണോ ഈ പറയുന്നത്? അങ്ങയുടെ വിലാസിനി ആയതുകൊണ്ടാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്. ദയവായിട്ട് പോകണം. എന്തിന്? എന്നെ വിശ്വസിക്കൂ, അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. എന്റെ രക്ഷയ്ക്ക് വേണ്ടിയോ? വിലാസിനി, പറയൂ, എല്ലാം തുറന്നു പറയൂ. എന്താണ് ഈ മാറ്റത്തിന് കാരണം? അതറിയാതെ ഞാൻ ഇവിടെ നിന്ന് പോകുകയില്ല. ഇത് മര്യാദകേടാണ്. എന്തായാലും ഈ രഹസ്യമറിയാതെ ഞാൻ പോകുകയില്ല. അതറിഞ്ഞിട്ട് പോവുകയില്ല. എന്താ? അത്രയ്ക്കായോ? അലറേണ്ട കാര്യമൊന്നുമില്ല, ബഹളം കൂട്ടാതെ പോകണം. എടി, നിന്നെ ആരോ മയക്കി. അയാളിൽ ഭ്രമിച്ചു നീ എന്നെ മറന്നു. വഞ്ചകി, നിന്നെ വിശ്വസിച്ച ഞാൻ എത്ര മഴയാ. അതെ, എന്ന് തന്നെ വിചാരിച്ചുള്ളൂ. അതിനെന്ത്? ഞാൻ നിങ്ങളുടെ ഭാര്യയാണോ ശാസിക്കാൻ? വന്നു കഴിഞ്ഞു. ഓഹോ, പോലീസിനെയും പാക്കറ്റിലാക്കിയോ? ഭേഷ്, നടക്കട്ടെ, ഞാൻ പോയേക്കാം. വെറും പ്രണയകലഹമോ അതിലും കവിഞ്ഞതോ? ദയവായി പോകണം. ഇവിടെ വരുന്നവരോടെല്ലാം ഇതേ പറയാനുള്ളൂ. എന്റെ ഈശ്വര, ഇതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുന്നതാ. കൊല്ലാനാണെങ്കിൽ ഒളിച്ചു കഴിയുന്ന ആ ഭയങ്കര കൊലപാതകയെ വിളിക്കുന്നതാ ഭേദം. അവരിവിടെ വന്നു. പറയൂ. ഇല്ല, ഇല്ല, വന്നില്ല. മഠേ, വേഗം പറയും. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ നീയും കഴുത്ത് ഞെരിഞ്ഞ് കണ്ണു തള്ളി നാക്ക് ചാടി. അയ്യോ, നിർത്തൂ. അവരെപ്പോ വന്നു? ഇന്നലെ രാത്രി. ഉപദ്രവിച്ചോ? ഇല്ല. എന്തു പറഞ്ഞു? ഇനിയും വരുമെന്ന്. അയ്യോ, ആ മുഖം, ആ ചിരി, ആ കണ്ണ് സഹിക്കാൻ വയ്യ. സാരമില്ല, നമുക്ക് അവനെ പിടികൂടാം. കേൾക്കും, അവൻ വന്നാലുടൻ സന്തോഷമായി സംസാരിക്കണം. എന്നിട്ട് സൂത്രത്തിൽ ലൈറ്റ് അണച്ചിട്ട് പെട്ടെന്ന് വീണ്ടും ലൈറ്റ് ഇടണം. ഉടൻ ഞങ്ങൾ ഈ മുറിയിൽ എത്തിക്കൊള്ളാം. അയാൾക്ക് സംശയം തോന്നിയാൽ ഞങ്ങൾ ഇതിനടുത്ത് കാവലും. അടയാളം കാണിച്ചാൽ മതി, ഉടൻ ഞങ്ങൾ വീട് വളയും. ധൈര്യമായിരിക്കും. വാതിലടച്ചോളൂ.
അവൻ ഇതിനകത്ത് തന്നെ. നിങ്ങൾ എല്ലാവരും ജാഗ്രതയായിരിക്കണം. ശരി. വിക്രമന്റെ വീട്ടിൽ കാവലിട്ടിരിക്കുന്നവരെ കൂടെ വിളിക്കൂ. അവൻ അവിടെയുണ്ട്. നിങ്ങളെല്ലാം വേഗം അങ്ങ് ചെല്ലാൻ ഏവാൻ പറഞ്ഞു. ഇൻസ്പെക്ടർ காலையில இருந்து காத்துக்கிட்டே இருக்கேன். நான் ஸ்டேஷன்ல இல்ல, இப்பதான் விவரம் தெரிஞ்சது. உட்காருங்க. டாக்டர் எங்கேயாவது போயிருப்பாரு. அவரு போக மாட்டாரு. எங்க போனாலும் ராத்திரி வந்துடுறதுதான் வழக்கம். இல்லைன்னா என்கிட்ட ஒரு வார்த்தை சொல்லிட்டு தான் போவாருங்க. ராஜனுடைய ரூம்லயும் கொஞ்சம் போய் பாருங்க. நிச்சயமா பார்க்கணும். வாங்க. அந்த ஆளு எங்க? எந்த ஆளு? நீ அந்த ஆளுடைய பெஞ்சாதியா? ஆள் யாருன்னு தெரியாம எப்படி சொல்றது? என்கிட்ட விளையாடுதா தெரியுமில்ல? அட, விஷயத்தை கட்ட விளையாட்டா? நான் எதுக்கு வந்தேன் தெரியுமா? என்ன பாக்குறதுக்கு இல்லன்னு தெரியும். ஐயோ, கண்டாலும் போதுமே. உன்னுடைய புருஷன் சொல்ற? சொல்றதில்ல, அவரு புருஷனே தான். ஆளு சரியான ஆளுதான். புரிஞ்சுக்கிட்டல்ல? ரொம்ப சரி. எனக்கு விளையாட நேரம் இல்ல. எனக்கு சமயமும் இல்ல. உன்னுடைய புருஷனை ஆஸ்பத்திரி கொண்டு போக. அப்ப உங்களுக்கு வைத்தியமும் தெரியுமா? பாருங்க, ஆளு மாறி போச்சு. எங்க ஐயாவுக்கு உடம்புக்கு ஒண்ணும் இல்ல. வெறும் ஆஸ்பத்திரிக்கு இல்ல, வைத்தியக்கார ஆஸ்பத்திரிக்கு. ஐயோ, எதுக்கு? அவரு ஏதோ மருந்து கொடுத்து ஊர்க்காரங்களை எல்லாம் உபத்திரப்படுத்துவதாக கம்ப்ளைண்ட். அந்த ஆள் இங்க இல்ல. ஐயோ, நிஜமா இல்ல, அவரே இல்ல. ஓடுங்க
காப்பாத்துங்களே 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 கைய பிடிக்கிற ஐயோ என் சைக்கிள் என் பறக்கிற சைக்கிளை கொண்டு வாங்க அன்புள்ள மோகன், இந்த கடிதத்தில் கண்டபடி நடந்தால் உன் ராஜனின் உயிரை காப்பாற்ற முடியும். ராஜனுடைய உயிர்? நாளை இரவு என் வீட்டிற்கு போய் லேபரட்டரியில் மேஜையின் மேல் வைத்துள்ள பி என்று எழுதியிருக்கும் மருந்து பாட்டிலை எடுத்துக்கொண்டு வந்து உன் வீட்டில் வைக்க வேண்டும். நாளை இரவு என் கடிதத்தோடு வரும் ஆள்வசம் அதை கொடுத்து அனுப்பவும். இதை யாரிடமும் சொல்ல வேண்டாம். உன் ராஜன். இப்படி பட்டினி கிடந்தா எப்படி? நீ போய் சாப்பிடுமா? வேண்டாம் சித்தப்பா. சின்ன பிள்ளை மாதிரி இப்படி நீ பிடிவாதம் பிடிக்கலாமா? பொறுமையா இருக்க வேண்டாம்? எனக்கு எப்படி பொறுமை இருக்கும்? அத்தானுடைய விவரமே தெரியலையே.
நான் எப்படி அமைதியா இருக்க முடியும்? சித்தப்பா, நாங்க ஒன்னாவே சேர்ந்து வளர்ந்தவங்க. என் முகம் கொஞ்சம் வாடினா அத்தான் கண்ணீர் விடுவாரு. அப்பா என்ன அடிச்சா அன்னைக்கு பூரா அத்தா சாப்பிடவே மாட்டாரு. என் அத்தானுக்கு என்ன ஆபத்து? பேஷண்ட்டுகளை பார்க்க போயிருப்பான், இன்னைக்கு வந்துடுவான். இல்ல சித்தப்பா, என் அத்தானுக்கு ஆபத்து வந்திருக்குன்னு என் மனசு சொல்லுது. என் ராஜன் அத்தான் இன்னைக்கும் திரும்பி வரலன்னா வருவான் மூலா, கண்டிப்பா வருவான். நீ இப்படி வேண்டாத எல்லாம் பத்தி நினைக்காம வேதனையை மறக்க கடற்கரை பக்கமாவது போயிட்டு வா. விவரம் ஏதாவது கிடைச்சதா ஐயா? அது தெரியத்தான் நானும் வந்தேன். இங்க ஒரு துப்பும் கிடைக்கலையே. எனக்கு ராஜனுடைய லேபரட்டரி பார்க்கணும். எதுக்கு? அங்க போய் பார்த்தா விவரம் ஏதாவது கிடைக்குமோன்னு. இல்ல ஐயா, இன்னைக்கு விமலாவும் முதலியார் ஐயாவும் சேர்ந்து அந்த பக்கம் பூராவும் தேடி பார்த்துட்டாங்க. இருந்தாலும் நான் கூட ஒரு தரம் பார்த்தா எனக்கும் நிம்மதியா இருக்கும். சரி, நீங்க போய் பாருங்க. சின்னையா அங்க வந்து பார்த்தா அழுக வரும். எங்க ஐயா எங்க இருக்கு? இது கைத்தோக்கல்ல. நீ சாந்தனை எங்கே எய்தும் வேகம் இல்லெങ്കിൽ 5 മിനിറ്റ് പോലീസ് ഇവിടെ വരും. പറയൂ. ശരി, നീ പോലീസിനോടെ പറയുള്ളൂ. എങ്കിൽ പറയൂ, നീ ആരെ? കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തന്നെ നാട് മുഴുവൻ വെറുക്കുന്ന കൊലപാതകി. വിശ്വസിക്കാൻ കഴിയുന്നില്ല. കണ്ടുകൊണ്ട് കണ്ടില്ലേ, ഇപ്പോൾ വിശ്വാസമായോ? മോഹൻ, ഈ രഹസ്യം നിനക്ക് മാത്രമേ അറിയാവൂ. നീ ഇത് ഭദ്രമായി സൂക്ഷിക്കണം. സൂക്ഷിക്കും. ശരി. വന്നോ എന്റെ കുഞ്ഞിക്ക് വന്നോ? അങ്ങനെ കുഞ്ഞിക്ക് വന്നണി. അയ്യോ, കുഞ്ഞാകെ തളർന്നു പോയത്. എവിടെയായിരുന്നു? അതൊക്കെ പിന്നെ പറയാം. എനിക്ക് അല്പം ഉറങ്ങണം. മാറിപ്പോയല്ലോ. ഏതായാലും ഇങ്ങ് വന്നല്ലോ, അത് മതി. ഉടനെ വിവരം ഇനി നോക്കും, വിവര കുഞ്ഞിനെ അറിയിക്കണം. നാളെ രാവിലെ അറിയിച്ചാൽ മതി. വന്നോ? വാസ്തവമാണോ? എവിടെയായിരുന്നു? എന്ത് പറയുന്നില്ലേ? വരാം, ഉടനെ വരാം. കുഞ്ഞേ, കുഞ്ഞേ, എന്ത് വേണം? ഇതാ ഇവിടെ വന്നു നിൽക്കുന്നത് ആരാണെന്ന് നോക്കിയാട്ടെ. ഞാൻ വന്ന വിവരം എങ്ങനെ അറിഞ്ഞു? ഓ, കിട്ടശാൽ ഫോൺ ചെയ്തിരിക്കുമല്ലേ? ചെയ്യരുതെന്ന് വിലക്കില്ല. ഞാനോ? എന്തിന്? ചേട്ടാ, എന്തു പറ്റി? എവിടെയായി? ഞാൻ പിന്നൊരു അത്യാവശ്യമായിട്ട്. ആണ് ചേട്ടാ, ചേട്ടൻ കള്ളം പറഞ്ഞത് കേൾക്കാൻ എനിക്ക് വയ്യ. വിമലെ, ഞാൻ ചേട്ടൻ എന്നെ വിശ്വാസമില്ലേ? ഇത്ര നാൾ അടുത്ത് പരിചയപ്പെട്ടിട്ടും എന്നെ ഇനിയും സംശയം. സംശയം
വിമലയെ പറ്റിയോ? ഇല്ലെങ്കിൽ എവിടെ പോയിരുന്നെന്ന് പറയാൻ മടിക്കുന്നത് എന്തിന്? വിമലെ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചേട്ടനെ തെറ്റിദ്ധരിക്കൂ? അത് ഈ ജന്മം ഉണ്ടാവില്ല. ചേട്ടനാണ് എന്നെ തെറ്റിദ്ധരിക്കുന്നത്. ഞാനോ? അതെ, വിശ്വസിക്കാൻ കൊള്ളാത്തവളെന്ന്, രഹസ്യം സൂക്ഷിക്കാൻ കെൽപ്പില്ലാത്തവളെന്ന്. ഇല്ല വിമലെ, ഇല്ല. ഈ ജീവിതത്തിൽ മറ്റാരെയുംകാൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എങ്കിൽ പറയൂ, ചേട്ടൻ എവിടെയായിരുന്നു? എന്തിനാണ് ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞത്? ഒളിവില്ലോ എന്നാര് പറഞ്ഞു? ആരെങ്കിലും പറയണം. ഈ മുഖം തന്നെ വിളിച്ചു പറയുന്നില്ലേ? ചേട്ടാ, ഇത് കാണുമ്പോൾ എന്റെ മനസ്സ് നേറുകയാണെന്ന് ചേട്ടൻ അറിയാമോ? എന്നോട് ഇത്ര കഠിനമായി പെരുമാറുന്നത് എന്തിന്? ഇങ്ങനെ വെറുക്കത്തക്കവണ്ണം ഞാൻ എന്ത് അപരാധം ചെയ്തു? വിമലെ, നിന്നെ വെറുത്ത് ഈ ജീവിതത്തിൽ മറ്റെന്തുണ്ട് എനിക്ക് സ്നേഹിക്കാൻ? എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പറയൂ, ചേട്ടൻ എവിടെയായിരുന്നു? എന്തിനങ്ങോട്ട് പോയി? ക്ഷമിക്കൂ വിമലെ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇന്നെനിക്ക് സാധ്യമല്ല. എങ്കിലും ഒന്ന് മാത്രം ഉറപ്പിച്ചു പറയട്ടെ, നിന്നെക്കാൾ വലുതായി യാതൊന്നും എനിക്ക് ലോകത്തില്ല. മറ്റൊന്നും ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒരേ ഒരു അപേക്ഷ കേൾക്കുന്നു. എന്താണ്? എന്നോടൊന്നിച്ച് വീട്ടിൽ വന്ന് കുറച്ചു ദിവസം വിശ്രമിക്കണം. ചേട്ടന്റെ ഈ കോലം കണ്ട് സഹിക്കാൻ എനിക്ക് കെൽപ്പില്ല. എനിക്കൊന്നുമില്ല വിമലെ. മാത്രമല്ല, എന്റെ രോഗികളെ വിട്ടിട്ട് പോരുന്നത്. ചേട്ടൻ രോഗിയാകാതിരിക്കാൻ. ഇല്ല, ചേട്ടനെ കൊണ്ടല്ലാതെ ഞാൻ വീട്ടിലേക്ക് പോവില്ല. വിമലെ, ഒന്നും പറയണ്ട. ചേട്ടൻ വരുന്നില്ലെങ്കിൽ മേലാൽ ഇവൾ ചേട്ടനെ ശല്യപ്പെടുത്താൻ വരില്ല. ചേട്ടന്റെ വിമല മരിച്ചു പോയതായി വിമലെ, ഞാൻ വരില്ലെന്ന് പറഞ്ഞു. എങ്കിൽ പോകാൻ തയ്യാറാകും. ഇപ്പോഴോ? ഒരിക്കലും പാടില്ല. രോഗികളോട് വിവരം പറയണ്ടേ? അവരെ വേറെ വല്ല ഡോക്ടറെ ഏൽപ്പിക്കണ്ടേ? വേണ്ട ഏർപ്പാടെല്ലാം ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം വരാം. എന്നാൽ ഞാൻ പോകാം. പക്ഷേ വൈകുന്നേരം ചേട്ടൻ വന്നതിന് ശേഷമേ ഞാൻ ആഹാരം കഴിക്കൂ. ഞാൻ തീർച്ചയായും വരും. അങ്ങനെ കിട്ടച്ചേർക്കറിയാം. വിമല കുഞ്ഞ് വന്നെങ്കിലേ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോവാൻ നോക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ താൻ ചെയ്ത പണിയായിരുന്നു അല്ലേ? അയ്യോടാ, അതിനെന്താ ഇത്ര സംശയം? ഞാൻ തന്നെ വിമല കുഞ്ഞിനെ വിളിച്ചു വരുത്തത്. എനിക്ക് കുറെ എണ്ണമുണ്ട്. കുഞ്ഞിനെ ഊർക്കുമില്ലാതെ നടക്കുന്നത് കാണാൻ. അതിനാ ഞാൻ ഫോണിൽ വിളിച്ചത്. അതിനുള്ള കുറ്റമൊക്കെ ഞാൻ ഏറ്റു. അടിയും പിടിക്കൊന്നും അല്ലല്ലോ. വിടുവാ പറയാൻ പോടും. കാര്യമായി എടുത്തില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ശാന്തനെ വിളിച്ചുകൊണ്ടുവരുന്നതിനാ വിമല പോയിരിക്കുന്നത്. എന്തിന്? കുറച്ചു ദിവസം ഇവിടെ താമസിപ്പിക്കാൻ. നന്നായി. നീ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞാലോ? കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ക്ഷമിക്കണം, അത് പറയാമായിരുന്നെങ്കിൽ ഞാനിങ്ങനെ വിഷമിക്കുമായിരുന്നു. വിമലയും ശാന്തനും തനിച്ചിരിക്കാൻ സമ്മതിക്കരുത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. മോഹൻ, നിനക്ക് ശാന്തനോട് ഇത്ര വൈരാഗ്യം വരാൻ? അയ്യോ, എനിക്കൊരു വൈരാഗ്യവുമില്ല. വിമലയുടെ രക്ഷ കരുതി മാത്രം പറയുന്നതാണ്. ശാന്തൻ അത്ര ചീത്തയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആർക്കും തോന്നുകയില്ല. അതാണ് അപകടം. എന്ത് അപകടം? അതെന്താണെന്ന് അനുഭവിച്ചറിയണമെങ്കിൽ ആയിക്കൊള്ളണം. അവനെയും കൊണ്ട് വിമല ഇപ്പൊ വരുമല്ലോ. ഞാൻ ഇക്കാര്യം അവളോട് എങ്ങനെ പറയും? പറയണ്ട, അവരെ സദാ സൂക്ഷിച്ചാൽ മതി. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അഹങ്കാരം അപകടത്തിൽ അവസാനിക്കുകയാണ് പതിവ്. അത് അഹങ്കാരമല്ലേ, ആത്മവിശ്വാസമല്ലല്ലോ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അസൂയോടെ നോക്കുമ്പോൾ സ്നേഹവും അസൂയയും വേർതിരിച്ചറിയാത്തവർ അനുഭവിച്ചറിഞ്ഞുകൊള്ളു. എന്റെ കടമ ഞാൻ ചെയ്തു. ഇനി ഇഷ്ടം പോലെ. നീ ഇങ്ങനെ അറുത്തു മുറിച്ച് പറയരുത് കുഞ്ഞെ. അവൻ വേണ്ടപ്പെട്ടവനല്ലേ? വേണ്ടാത്തത് പറയുന്നതല്ല വേണ്ടപ്പെട്ടവരുടെ ലക്ഷണം. ആ, ഇന്ന് ശാന്തൻ ചേട്ടൻ വരും ഇവിടെ താമസിക്കാൻ. ഇതിൽ പലവും നാണക്കേട് ഉണ്ടാകാനില്ല. ഈ ആഴ്ചക്കകം അവരെ പിടികൂടിയില്ലെങ്കിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് CID ഇൻസ്പെക്ടർ അയക്കുമെന്നാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ ക്ഷീണം വരാനുണ്ടോ നമുക്ക്? പിടിക്കാൻ വരെ 1-2 ദിവസത്തിനകം പിടിക്കാം. കുറെ ദിവസമായല്ലോ. പിടിക്കും. നാളിതേ പറയാം. അവൻ വന്ന് മുമ്പിൽ ചാടിയിട്ട് നിങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. മേൽമീശയും വെച്ച് നടക്കുന്നു. അവൻ നിന്നെ പോലെയല്ലേ പറഞ്ഞു കളയുന്നത്? അവനുടെ ബന്ധുക്കളുണ്ട്. അത് കണ്ടുപിടിക്കാനാണല്ലോ നിങ്ങൾ അയക്കുന്നത്. എന്ത് ഫലം? ആ, ഇന്നു മുതൽ ഇരട്ടിയാണ് കാപ്പ്. ഞാനും വരാം. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് അകത്താക്കണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഫലമില്ല, പറഞ്ഞേക്കാം. ഇവിടെ 365. താനിവിടെ നിൽക്കൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ.
ഉത്തരവ്. ആരെയെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ കസ്റ്റഡിയിലാക്കും. ഉത്തരവ്. ചേട്ടാ ചേട്ടാ, ഇനിയെങ്കിലും എന്നോട് പറയൂലേ ചേട്ടന്റെ വിമലയോട് എന്തോന്ന് ചേട്ടന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ആ രഹസ്യം? രഹസ്യമോ? എന്ത് രഹസ്യം? ചേട്ടാ, എന്നോട് ഇത്ര വിശ്വാസമില്ലേ? ചേട്ടന്റെ ജീവിതത്തിൽ പങ്കുകൊള്ളാൻ കൊതിച്ചു കഴിയുന്നവളല്ലേ ഞാൻ. ആ രഹസ്യം എന്തെന്ന് ചോദിക്കുന്നത് ചേട്ടനെ വിഷമിപ്പിക്കാനല്ല, കഴിയുന്നത്ര ആശ്വസിപ്പിക്കാനാണ്. വിമലെ, ക്ഷമിക്കൂ. ഈ സ്നേഹത്തിന് ഞാൻ അർഹനല്ല. ഇതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. നീ എന്നെ വെറുത്തിരുന്നെങ്കിൽ എനിക്കിത്ര വിഷമം തോന്നുമായിരുന്നില്ല. എന്നാൽ നിഷ്കളങ്കയായ നിന്റെ ഈ സ്നേഹം, നീ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസം എനിക്ക് സഹിക്കാൻ വയ്യ വിമലെ, സഹിക്കാൻ വയ്യ. ചേട്ടാ, വിമലെ, വെറുക്കുവാൻ വേണ്ടത്ര കാര്യങ്ങൾ ഉണ്ടായിട്ട് വിശുദ്ധമായ വിശ്വാസം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിക്കുന്നത്. ആ വിശ്വാസം തകർന്ന് തരിപ്പണമായാൽ വയ്യ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ കൂടി വയ്യ. ഇല്ല, ഈ വിശ്വാസം ഒരിക്കലും തകരുകയില്ല. ലോകം മുഴുവൻ ചേട്ടനെ പഴിച്ചാലും ചേട്ടൻ എന്നിൽ നിന്നും അകന്നു മാറിയാലും ഈ വിമലയുടെ വിശ്വാസം നശിക്കുകയില്ല. ചേട്ടനെ പരിചരിക്കുവാൻ മാത്രമേ ഇവൾക്ക് ആഗ്രഹമുള്ളൂ. ആരെങ്കിലും ചേട്ടനെ പഴിക്കുന്നത് പോലും ഞാൻ സഹിക്കുകയില്ല. ഇന്ന് മോഹൻ ചേട്ടനുമായി മുഷിയേണ്ടി വന്നത് അതുകൊണ്ടാണ്. മോഹനുമായി മുഷിഞ്ഞോ? എന്തിനു? ചേട്ടനെ പറ്റി ചിറ്റപ്പനോട് കുറ്റം പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് സഹിച്ചില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്നെപ്പറ്റി മോഹൻ എന്തു പറഞ്ഞു? മുഴുവൻ ഞാൻ കേട്ടില്ല. സൂക്ഷിക്കണമെന്ന് പറയുന്നത് കേട്ടു. ഓഹോ, അത് വിചാരിച്ച് വിഷമിക്കണ്ട. ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, ഇവളെന്നും ചേട്ടന്റെ വിമലയായിരിക്കും. ക്ഷമിക്കണം, ഇവിടെ വന്നതിൽ പിന്നെ ഒരു നിമിഷത്തെ വിശ്രമം ഞാൻ തന്നിട്ടില്ല. അല്പം സ്വസ്ഥമായിരിക്കണം. അതിനകം അത്താഴവുമായി ഞാൻ വരാം. എല്ലാം തകർന്നു. എന്റെ രഹസ്യം പുറത്തായി. പോലീസ് അറിഞ്ഞാൽ കൊലപാതക കുറ്റം, കഴുകുമരം. ഇല്ല, ആ അപമാനം സഹിക്കാൻ വയ്യ. എന്താ? ഒന്നുമില്ല, വിളക്ക് കണ്ടുകൊണ്ട് വിളിച്ചത്. എന്താ വിളക്ക് കത്തിക്കാൻ പാടില്ലേ? അതല്ല, വല്ല കുഴപ്പമുണ്ടോന്നറിയാൻ. എന്താ കുഴപ്പം? ഈ നാട്ടിൽ ഇപ്പോൾ ഒരു കുഴപ്പമല്ലേ ഉള്ളൂ. ഓഹോ, അതാണോ? ആ, അവൻ ഈ വീട്ടിൽ വരികയില്ല. പോണം. നാശം, സ്വൈരമായിട്ട് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ശല്യം തന്നെ. ശബ്ദിച്ചാൽ നിന്റെ കഴുത്ത് ഞാൻ ഞെരിക്കും. നീ എന്റെ രഹസ്യം പുറത്താക്ക്. നീ മരിക്കണം. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ശാന്തിന്റെ രഹസ്യം ഞാൻ വെളിയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ വിശ്വസിക്കൂ. ശാന്തനല്ല, ഉഗ്രൻ. നിന്നെ കൊല്ലാൻ പുറപ്പെട്ട ഉഗ്രൻ.
എന്താ ചിറ്റപ്പ കണ്ടോ? ഇവിടെ ഒന്നും കണ്ടില്ല കുഞ്ഞി. എന്നാ നിന്ന് സമയം കളയാതെ നമുക്ക് അങ്ങോട്ട് പോകാം. എങ്ങോട്ട്? ചേട്ടന്റെ വീട്ടിലേക്ക്. അവിടെ ഇല്ലെങ്കിൽ വിവരം പോലീസിനെ അറിയിക്കാം. താനിവിടെ തന്നെ നിൽക്കും. ഒരു വണ്ടിയും അങ്ങോട്ടോ ഇങ്ങോട്ടോ വിടരുത്. തരൂ. പാതിരായ്ക്ക് നടുറോട്ടിൽ കിടക്കുന്നത്. ഇവിടെ അവനെ പറഞ്ഞു നിർത്താം. ഇനി ആര് വന്നാലും പറഞ്ഞു നിർത്തണം. ഈ വഴി വരുന്നവരെയെല്ലാം വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്തും പറഞ്ഞു നിർത്തണം. വണ്ടി വിട്. വേഗം വിട്. നിർത്തൂ. അവനടുത്ത് എവിടെയെങ്കിലും തന്നെ കാണും. ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലല്ലോ. ആരാത്? എന്താ എന്ത് പറ്റി? ഏതോ കുഞ്ഞെ ഏതോ ഒരു കാലമാണം വന്ന് അടിച്ചു താഴെ ഇട്ടു. എവിടെ? എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ. 4 പേർ വീട്ടിൽ ഫ്രൈ കാവൽ വരി. എല്ലാ മുറികളും പരിശോധിക്കും. ആരെങ്കിലും കണ്ടാൽ അടിച്ചു താഴ്ത്തിട്ടു.
ഇവിടെ ആരില്ലേ മോനെ? എന്ത് എല്ലാവരും നോക്കിയോ? നോക്കി. അടുക്കളയിലെ പാത്രങ്ങൾ പോലും പൊക്കി നോക്കി. ഒരു ജീവിയെ പോലും ഒരിടത്തും കാണാനില്ല. പിന്നെ അവൻ എവിടെ പോയി? ഉണ്ടായി വരി. ഇൻസ്പെക്ടറോ? അതെ. ഈ രാത്രിയിലൂടെ സോറി, ആ ഭയങ്കര കൊലപാതകയുടെ പുറകെ ഇവിടെ എത്തിയതാ. കൊലപാതകിയോ? ഇവിടെയോ? അതെ. ഞങ്ങൾ അവനെ ഓടിച്ചു വരികയായിരുന്നു. അവൻ ഇതിനകത്ത് കയറി അങ്ങയുടെ വേലക്കാരനെ തള്ളി താഴെ ഇട്ടിട്ട് ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ഈ വീട്ടിനകത്ത്? എങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ആട്ടെ, എല്ലായിടവും നല്ലപോലെ പരിശോധിച്ചു? താഴെയെങ്ങുമില്ല. പിന്നെ മുകളിൽ പരിശോധിക്കാൻ? മുകളിൽ എന്റെ ലാബറട്ടറിയും അതിനോട് ചേർന്ന മുറിയും മാത്രമേ ഉള്ളൂ. അവിടെ ഇല്ലെന്ന് വേണമെങ്കിൽ ഉറപ്പുവരാം. അല്ല, പരിശോധിക്കണമെങ്കിൽ ആയിക്കോളും. ഓ വേണ്ട, ഡോക്ടർ സാർ അതിനകത്തുണ്ടായിരുന്ന സ്ഥിതിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ അവൻ എവിടെ പോയി? അതെ, വല്ല ശബ്ദം കേട്ടു? ഉള്ള സത്യം പറയാൻ ഞാനൊന്ന് മയങ്ങിപ്പോയി. ഞാൻ ഒരു ശബ്ദവും കേട്ടില്ല. ഇത് അത്ഭുതം തന്നെ. അവൻ ഈ വീട്ടിനുള്ളിലേക്ക് കയറി എന്നുള്ളത് നിശ്ചയമാണ്. പുറത്തേക്ക് പോയിട്ടുമില്ല. നിങ്ങൾ വരുന്നതിന് മുമ്പ് പോയിരിക്കണം. അതെങ്ങനെ സാധിക്കും? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേട്ടൻ എന്താ ഇങ്ങ് പോകുന്നത്? ഒരു രോഗിക്ക് അത്യാവശ്യമായിട്ട് അല്പം മരുന്ന് കൊടുക്കാനുള്ള കാര്യം ഓർത്ത് ഓടി ഇങ്ങി പോന്നു. മരുന്ന് തയ്യാറാക്കുന്നതിനിടയിൽ മയങ്ങിപ്പോയി. ശരി ഡോക്ടർ സാർ, ശല്യപ്പെടുത്തിയതിന് ക്ഷമിക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞങ്ങൾ പോകട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിൽക്കണം ഇൻസ്പെക്ടർ. ഇയാളെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യാം? എന്തിന്? നിങ്ങൾ അന്വേഷിച്ചുള്ള കൊലപാതകി ഇയാളാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ കണ്ടുപിടിച്ചു? ശാന്തൻ, മതി. നാടകം അവസാനിച്ചു. എല്ലാം തുറന്നു പറയൂ. പറയൂ. ഇനി ഒളിക്കാൻ സാധ്യമല്ല. പറയൂ, സത്യം തുറന്നു പറയൂ. മിസ്റ്റർ മോഹൻ, എന്ത് ഭ്രാന്താണ് പറയുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അർത്ഥമോ? ഞാൻ പറഞ്ഞില്ലേ, ഈ നിൽക്കുന്ന മനുഷ്യനാണ് ആ ഭയങ്കര കൊലപാതകി എന്ന്. ഉടൻ അറസ്റ്റ് ചെയ്യൂ. ഇൻസ്പെക്ടർ, ഇദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എന്താ തകരാറുണ്ട്? എന്റെ ബുദ്ധിക്കല്ല തകരാറ്, ഇയാളുടെ, ഈ കൊലപാതകിയുടെ. ഇൻസ്പെക്ടർ മൗനമായി നിൽക്കുന്നത് കണ്ടിട്ടും സംശയമോ? വിലങ്ങ് വയ്ക്കൂ. ഡോക്ടർ സാർ, ഈ ഭയങ്കരമായ ആരോപണം കേട്ടു. എന്താണെന്നും മിണ്ടാത്തത്? ഞാൻ എന്തു പറയണം? ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റു പറയൂ. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ഡോക്ടർ ശാന്തൻ. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഞാൻ ഡോക്ടർ ശാന്തന്. ഡോക്ടർ ശാന്തൻ. ഡോക്ടർ ശാന്തൻ. എന്തിനെ നോക്കുന്നു? ഞാൻ ശാന്തൻ തന്നെ. ശാന്തൻ.
അല്ലെങ്കിൽ